ഡ്രസ്സ് ആണ് ഇപ്പം നേരത്തെ ബോഡി ഷേമിംഗ് പോലെ ഡ്രസ്സിനെ കുറിച്ചും പറഞ്ഞത് വളരെ നോർമൽ ആയിട്ട് ഡ്രസ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷനൊക്കെ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ എന്താ പറയാ സാധാരണമായിട്ടുള്ള ഡ്രസ്സ്, ആ ഡ്രസ്സൊക്കെ രേണു ഇടുന്നതിനെ അങ്ങനെ ആക്രമിക്കുന്ന ആൾക്കാർ എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് അധികം ഡ്രസ്സൊന്നും ഇല്ല. ഞാൻ അങ്ങനെ സുചാരം കൊണ്ട് അധികം മേടിപ്പിച്ചിട്ടൊന്നുമില്ല. ആള് പറഞ്ഞാലും പോലും ആൾ ഡ്രസ്സ് എടുക്കത്തില്ല. ഞാൻ അധികം എനിക്ക് ഡ്രസ്സില്ല. ഇടുന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഓരോ കസിൻസ് ഒക്കെ തരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇപ്പോഴും ഇടുന്നത്. കൂട്ടുകാരൊക്കെ തരുന്ന ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടത് പോലും. എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയാണ്, എനിക്ക് ഓരോരുത്തർ തരുന്ന ഡ്രസ്സാണ് ഞാൻ ഇടാറ്. അപ്പം അതിനിടെ ചൂടി ഇപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കുന്നു, രേണുവിന് കൈ നിറയെ ഷൂട്ട് കിട്ടുന്നു, അപ്പോഴും സ്വന്തമായിട്ട് ഡ്രസ്സ് പോലും ഇല്ല. കൈ നിറയെ ഷൂട്ട് കിട്ടുന്നത് ഞാൻ വലിയ വലിയ കോടികൾ വാങ്ങിച്ചിട്ടൊന്നുമല്ല. നമുക്ക് ഞാൻ അന്ന് പറഞ്ഞു എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. എന്റെ കുടുംബത്തിൽ എന്റെ പപ്പ ഉണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുണ്ട്, പിന്നെ ചേച്ചി ഫാമിലിയൊക്കെ തൊട്ടടുത്താ താമസിക്കുന്നത്. നമുക്കൊരു കൈത്താങ്ങലുണ്ട് ചെറിയ രീതിയിലാണല്ലോ. അവരെ കൊണ്ട് പറ്റുന്ന ഒരു കൈത്താങ്. പക്ഷെ എന്നും മുന്നും അവർക്കിപ്പം അവരുടെ നിന്ന് മേടിക്കാൻ പറ്റുമോ? അവര് നമ്മളെപ്പോലെ പാവങ്ങള്. അപ്പൊ അവർക്കും ചെറിയൊരു ജോലിയാണ്. അപ്പം ഞാൻ എന്താ പറയാ, ഈ കിട്ടുന്ന പൈസ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആവശ്യമില്ല. പിന്നെ കിച്ചുവിനും എന്തെങ്കിലുമൊക്കെ അവൻ ചോദിക്കുമ്പോൾ, അവൻ 20 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഞാൻ പറഞ്ഞത് അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. ഇതെല്ലാം ഈ നിൽക്കുന്ന ഡ്രസ്സ് എനിക്ക് വാങ്ങിക്കാൻ എവിടെ തികയാൻ? അപ്പൊ എനിക്ക് കിട്ടുന്ന ഡ്രസ്സ് എന്റെ കൂട്ടുകാരാണേലും തരും. ഞാൻ സന്തോഷത്തോടു കൂടി, അല്ലെ നീ ഇട്ട ഡ്രസ്സാണോ, അങ്ങനെയൊന്നുമില്ല. ഞാനത് അടിപൊളിയായിട്ട് ഇടും.